എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഫിഷ് മപ്പാസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1/2 കിലോ മീനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് കരിമീനോ നെയ്മീനോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീനും എടുക്കാവുന്നതാണ്. മീൻ നന്നായി കഴുകി ഒന്ന് വരഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ച് മസാലയും കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാതെ മീൻ ഇതുപോലെ വരഞ്ഞിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും നമ്മൾ ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇത് അധികം എരിവില്ലാത്ത നല്ല കളറുള്ള മുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ്. 2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്തിട്ട് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മീൻ അരമണിക്കൂറൊന്ന് പുരട്ടി മാറ്റി വെക്കുക. അതിനുശേഷം നമുക്കൊരു തവയിലിട്ട് ചെറുതീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ കുറച്ച് എണ്ണയിൽ തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ആകുമ്പോഴത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാം ഒന്ന് മറിച്ചിട്ടിട്ട് ഇതവിടെ മാറ്റി വെക്കാം. ഇതേ സമയം തന്നെ ഒരു ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്, വളരെ കനം കുറച്ച്. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും നീളത്തിൽ അരിഞ്ഞതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളിയും എടുക്കാവുന്നതാണ്. മീഡിയം ഫ്ലെയിമിലിട്ട് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്. സവാള ഒരുപാട് അങ്ങ് ബ്രൗൺ ഒന്നും ആവണ്ട, ഇതുപോലെ ഒന്ന് വാടി വരണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി. നമ്മളിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. പൊടികൾ ഇത്രയേ ഉള്ളൂ, ഇനി കൂടുതൽ പൊടികളൊന്നുമില്ല. നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം നന്നായിട്ട് ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തക്കാളി വട്ടത്തിലരിഞ്ഞത്, ഇതൊരു വലിയ തക്കാളിയാണ്, ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 തക്കാളി വട്ടത്തിലരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാം. തക്കാളി കൂടി ഇട്ടിട്ട് ഒരുപാട് ഇതങ്ങ് അലിഞ്ഞൊന്നും പോകണ്ട. ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങയുടെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. കട്ടി കുറഞ്ഞ പാലാണ് തേങ്ങയുടെ 2-ാം പാൽ. ഇവിടെ ഒരു വലിയ കപ്പ് 2-ാം പാലാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. 2-ാം പാലെന്ന് പറയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയും എടുക്കാം, അതുപോലെ ടിന്നിൽ കിട്ടുന്നതും എടുക്കാവുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ചേർക്കാം. മീൻ നിങ്ങൾക്ക് വറക്കാതെയും ചേർക്കാം, പക്ഷേ വറുത്ത് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഈ കറിക്ക് കിട്ടുന്നത്. നമ്മളിതിന് മുൻപ് ഒരു ഫിഷ് മോളി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. അത് കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ചട്ടി ഒന്ന് തിരിച്ചു കൊടുക്കാം, അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ മപ്പാസ് ഇവിടെ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ തേങ്ങയുടെ 1-ാം പാൽ, ഒരു 1/2 കപ്പ് നല്ല കട്ടിയുള്ള കുറുകിയ തേങ്ങാപ്പാലാണ്. ഇത് ക്യാനിൽ മേടിച്ച തേങ്ങാപ്പാലാണ്, നല്ല ക്രീമി ആയിട്ടുള്ള തേങ്ങാപ്പാലാണ്. അതൊഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമ്മളിത് ഒരുപാടങ്ങ് തിളപ്പിക്കരുത്. അതായത് 1-ാം പാൽ ഒന്ന് ഇളക്കി ഒന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പം, പുട്ട് എല്ലാത്തിനും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിൻ്റെ ചാറിന് തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും ടേസ്റ്റാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്